ഹലോ ഗൈസ്, എല്ലാവർക്കും ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പാനിപൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയി പാനിപൂരി കഴിച്ചു. വീക്കിലി ചില വീക്കെല്ലാം നമ്മൾ പോയിട്ട് പാനിപൂരി കഴിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ പാനി പൂരി ഉണ്ടാക്കുന്ന പൂരി നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പാനി നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചുട്ടാ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ആദ്യം തന്നെ കുറച്ച് പുളി എടുത്തിട്ട് പുതിർത്ത് വെക്കണം. എന്നതിന് ശേഷം അതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. കൂടുതൽ പുളി പുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പുളീൻ്റെ ഒരു കുത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പുതിർത്ത് വെച്ചാൽ മതി. പുളി പുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളത്തിൽ നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി, കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർക്കേണ്ടത് നമ്മൾ ചാട്ട് ഐറ്റംസിലെല്ലാം ചേർത്ത് കൊടുക്കുന്ന ഒരു ബ്ലാക്ക് സോൾട്ടാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയായിരിക്കും കാണാൻ. അതും നമുക്ക് ഒരു ടീസ്പൂൺ അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഓൾറെഡി ബ്ലാക്ക് സോൾട്ടിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നല്ലോണം ചതച്ച് അതിൻ്റെ നീരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാനുണ്ട് കടയിൽ നിന്ന്, അത് ചേർത്ത് കൊടുത്താലും മതി. അതങ്ങനെയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ അല്ലെ 1/2 ടീസ്പൂണോ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും എരിവോ അങ്ങനെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്വീറ്റായിട്ടുള്ള പാനിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഫസ്റ്റ് തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ശേഷം തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട്, അധികം കുറച്ച് വെക്കണ്ട, എന്നാലും ഒരു മീഡിയം റേഞ്ചിൽ അങ്ങനെ കുറച്ച് വെച്ചതിന് ശേഷം അതൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് അടുത്ത പ്രോസസ്സ്. ഇനി അടുത്തത് ചെയ്യേണ്ടത് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് പുതിർത്തിട്ട് അരച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരയുടെ ഒരു രുചി ഉണ്ടാവും, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡേറ്റ്സ് പുതിർത്തിട്ട് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡേറ്റ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കുറുക്കിയെടുത്താലും മതി, നമ്മുടെ കുഴപ്പമില്ല. പാനി, സ്വീറ്റ് ആയിട്ടുള്ള പാനി ഇവിടെ കുറച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടെ കുറച്ചും കൂടെ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. തണുത്തതിന് ശേഷം ഒന്നും കൂടെ കുറുകിക്കോളും. അപ്പം നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കൂളാകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നോളൂ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി സ്പൈസി പാനിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അധികം കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ അകത്തും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇതിലേക്ക് എരിവിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു ലെമന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇടാം.
ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ചൊരു ജീരകപ്പൊടി, ഒരു പിഞ്ച് ചാട്ട് മസാല ഇടുന്നുണ്ട്. ഇനി കുറച്ച് ഐസ് ഇടണം. ഇതൊക്കെ കൂടി പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയിലിട്ടിട്ട് ഇത് അരിച്ചിട്ട് 2 ഐസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിച്ചപ്പും ഉള്ളി കൂടെ കൊത്തി അരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കും. ഇതിലും ഞാൻ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ബ്ലാക്ക് സോൾട്ട്, പിന്നെ ചാട്ട് മസാല, പിന്നെ ജീരക പൗഡർ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നമ്മൾ എല്ലാ സൈഡും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ള എല്ലാ പാനിയും ചേർത്ത്, പിന്നെ അതിൻ്റെ അകത്ത് മസാല പൊട്ടറ്റോ ചേർത്ത്, പിന്നെ അതിനകത്ത് കുറച്ച് നമ്മൾ ബൂന്തി അത് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൂടെ എല്ലാം ചേർത്ത് നമുക്ക് അതിനുള്ള അറിയാലോ, അതിനുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് അതൊക്കെ ചേർത്ത് നമുക്കങ്ങ് ആസ്വദിച്ചിട്ട് കഴിക്കാം. ബൈ ബൈ. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നതിന് ബൈ ബൈ.